ഹായ് ഓൾ, ഇന്നത്തെ കഥ സഡൻ ആയിട്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പിനെ കുറിച്ചാണ്. ഞങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് വർക്കലയിലോട്ടാണ്. ഞങ്ങളുടെ സ്റ്റേ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഓഷ്യാനോ റിസോർട്ടിലായിരുന്നു. ഒന്നും പറയാനില്ല, അടിപൊളി ആംബിയൻസ് ആയിരുന്നു. റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് റിലാക്സ് ചെയ്യാനും നമ്മുടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു നല്ല റിസോർട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ഓഷ്യാനോ. ഈവനിങ് ആയിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റൂമിൽ കുറച്ച് സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അവിടെ പാരാഗ്ലൈഡിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ കയറാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പോയത് ബീച്ചിലോട്ടാണ്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ അവിടെയും കുറച്ച് സമയം മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് എൻജോയ് ചെയ്തതിനു ശേഷം ഞങ്ങൾ പിന്നെയും റിസോർട്ടിലോട്ട് തന്നെ തിരിച്ചു വന്നു. അവിടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റിയൊരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാനാണ് പോയത്. അവിടെ 8:30 ക്ലോസ് ആവുമായിരുന്നു. പുറത്തുനിന്നുള്ള ഫുഡൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഒരുപാട് വെറൈറ്റി മെനൂസ് ഉണ്ടായിരുന്നു. ഹോംലി ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചപ്പാത്തി, പൊറോട്ട, സൂപ്പ്, ചിക്കൻ ഒക്കെ ആയിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. അതിനുശേഷം അവിടെ ഒരു ലൈബ്രറി സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതും കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. പിന്നെ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആയിരുന്നു. സെക്കൻഡ് ഡേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അത് കോണ്ടിനെന്റൽ ഐറ്റംസും നമ്മുടെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റും ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ചെക്കൗട്ട് ടൈമായി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് കാപ്പിൽ ബീച്ചിലോട്ടാണ്. ഉച്ച ആയതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങൾക്ക് ഒരുപാട് സമയം നിന്നില്ല. പിന്നെ നേരെ ക്ലിഫിൽ വന്ന് കറങ്ങി. അതിനുശേഷം അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി. ഇനിയും കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ബൈ.